ഹലോ, ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നെയ്യപ്പം കേട്ടോ. ആദ്യം നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര എടുക്കാം. ഞാനൊരു 4 പീസ് എടുത്തിട്ടുണ്ട് ശർക്കര. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിതിൽ ഉപയോഗിക്കുന്ന പൊടികളുടെ അളവിനനുസരിച്ചുള്ള കൃത്യം പാകത്തിനുള്ള മധുരം കേട്ടോ ഈ 4 പീസ് ശർക്കര. കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഓവറായി ചേർക്കരുത്. ഇനി ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് എന്താ പറയുക, ഉരുക്കി കിട്ടട്ടെ. ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്യാം മാത്രം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് കുട്ടികൾ സ്കൂളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നെയ്യപ്പാണ് കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന നെയ്യപ്പാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഏകദേശം നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര എന്തായി നോക്കാം കേട്ടോ. ശർക്കര നന്നായി ഉരുക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയില്ല, കുറച്ച് ചൂട്, എന്നിട്ട് ചൂടില്ലാതിരിക്കരുത്, അത്യാവശ്യം ചൂട് വേണം. പിന്നെ നമ്മൾ അരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ, കാരണം ശർക്കരയിൽ എന്തായാലും ചെറുതായിട്ട് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെടുത്തുള്ള മുഴുവൻ ശർക്കരപ്പാനി എന്തായാലും ഇതിലേക്ക് വേണ്ടി വരും. എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ശർക്കര ഉരുക്കുന്ന സമയത്ത് നിങ്ങൾ 1 ഗ്ലാസ് 1.25 ഗ്ലാസ് വെള്ളം എടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ, നന്നായി ചൂടല്ല, ചെറു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കറിയാം ഏകദേശം ഒരു തിക്നെസ് ആയ ഒരു ബാറ്റർ ആവുമ്പോൾ നമുക്കത് ഞാൻ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു ബാറ്റർ ആയിട്ടുണ്ട്. ഈ ഷേക്ക് നമ്മൾ നെയ്യപ്പത്തിൻ്റെ അതേപോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. 1 മിനിറ്റ് 2 മിനിറ്റ് മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഇത് അടിച്ചെടുത്ത് വരാം. അടിച്ചെടുത്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയിൽ എന്തായാലും അടിച്ചെടുക്കണം, എങ്കിലേ നമുക്ക് ഇതേപോലെ കിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് റവ, നമ്മൾ വറുത്ത റവയോ വറുക്കാത്ത റവയൊക്കെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സോഡാപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യോ 1/2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, എങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ അവസാനമായിട്ട് കുറച്ച് ഏലക്കായി, നമ്മൾ പഞ്ചസാരയും ഏലക്കായും കൂടി നമ്മൾ മിക്സിയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓയിൽ വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായി, വെളിച്ചെണ്ണയാണ് കേട്ടോ, അതാണ് ഈ ഒരു പത പോലെ പൊന്തി വന്നിട്ടുള്ളത്. നന്നായി ചൂടായ ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായിട്ട് പിന്നെ ലോ ഫ്ലെയിം മീൻസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, എങ്കിലേ ഉള്ളൂ അതിനകത്തൊന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ 1-2 ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചൂട് കുറയും. ആ ചൂട് കുറഞ്ഞ സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വെന്ത് കിട്ടണം. അകന്ന് വെന്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. നമ്മളിത് ഒട്ടും റെസ്റ്റ് ചെയ്യാതെ ഒഴിച്ച് കൊടുത്തില്ല, നമ്മൾ ഉണ്ടാക്കിയ അതേ സമയം തന്നെ നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 5-10-15 മിനിറ്റൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിൽ നെയ്യപ്പത്തിൻ്റെ ആ ഷേപ്പ് ചെറുതായി കുറവില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇതിൽ ടേസ്റ്റിന് യാതൊരു പ്രശ്നവുമില്ല, നല്ല ടേസ്റ്റുള്ള, വളരെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം മാത്രം അകമെന്ത് കിട്ടണമെങ്കിൽ കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കിതിൻ്റെ മാവൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്നാവും, ഒട്ടും സമയം നമ്മൾ ജസ്റ്റ് ശർക്കര പാനി ഒന്ന് ഒരുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. പക്ഷെ നെയ്യപ്പം വെന്ത് കിട്ടണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും, ഒരുപാട് സമയമൊന്നുമില്ല, ഒരു 2-3 മിനിറ്റൊക്കെ നെയ്യപ്പത്തിന് വരും കേട്ടോ, കാരണം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നവർ മാത്രമാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വളരെ ടേസ്റ്റുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ സാധാരണ പച്ചരിയൊക്കെ കുതിർത്ത് ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിന് പെർഫെക്റ്റ് അല്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിക്കാൻ ആഗ്രഹമൊക്കെ തോന്നുന്ന സമയത്ത് കഴിക്കാൻ പറ്റും നല്ലൊരു നെയ്യപ്പാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.